പുതുവർഷത്തിന്റെ മൂടി കൂട്ടാൻ ഓപ്പോയും പുതിയ ഫോൺ ഇന്ത്യയിൽ എത്തിക്കുകയാണ്. ജനുവരി ആദ്യവാരം തന്നെ ഓപ്പോയുടെ ഏറ്റവും പുതിയ ഫോണുകളിലൊന്നായ ഓപ്പോ റെനോ 11 സീരീസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചനകൾ. ഓപ്പോ റെനോ 11, റെനോ 11 പ്രോ എന്നീ ഫോണുകളായിരിക്കും ഈ സീരീസിൽ ഓപ്പോ അവതരിപ്പിക്കുക. പ്രമുഖ ടിപ്സ്റ്റർ ഇഷാൻ അഗർവാളാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. എക്സ് വഴിയായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫോണിന്റെ ലോഞ്ചിങ്ങിനെ കുറിച്ച് യാതൊരുവിധ പ്രതികരണങ്ങളും ഓപ്പോ ഔദ്യോഗികമായി നടത്തിയിട്ടില്ല. ഉടൻ തന്നെ കമ്പനിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ഈ ഫോണുകൾ ഇതിനോടകം തന്നെ ചൈനീസ് വിപണിയിൽ ലഭ്യമാണ്. ചൈനയിൽ അവതരിപ്പിച്ച അതേ പതിപ്പ് തന്നെ ഓപ്പോ ഇന്ത്യയിലും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ ഫോണുകൾ അടുത്തയാഴ്ച മലേഷ്യയിൽ അവതരിപ്പിക്കാൻ ഓപ്പോ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതേ തീയതിയിൽ തന്നെ ഇന്ത്യയിലും ഈ ഫോണുകൾ അവതരിപ്പിക്കുമെന്നാണ് ടിപ്സ്റ്റർ ഇഷാൻ അഗർവാൾ അവകാശപ്പെടുന്നത്. എന്നാൽ ചൈനയിൽ അവതരിപ്പിച്ച മോഡലിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തിയ മോഡലാണ് ഓപ്പോ മലേഷ്യയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡലാണ് അല്പം വ്യത്യാസപ്പെടുത്തി അവതരിപ്പിക്കുന്നത്. അതേസമയം ചൈനയിൽ അവതരിപ്പിച്ച പ്രോ മോഡൽ തന്നെയായിരിക്കും മലേഷ്യയിലും അവതരിപ്പിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ട് ക്യാമറ 32 MP ആണ്. മികച്ച രീതിയിൽ വീഡിയോ കോളുകൾ ചെയ്യാനും സെൽഫികൾ പകർത്താനും ഈ ക്യാമറ ഉപയോക്താക്കളെ സഹായിക്കുന്നതായിരിക്കും. ഫോണിന്റെ സ്റ്റാൻഡേർഡ് മോഡലിന് 67 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പ്രോ മോഡലിനാകട്ടെ 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഓപ്പോ നൽകിയിരിക്കുന്നു. ചൈനയിൽ അവതരിപ്പിച്ച ഈ ഫോണുകളുടെ പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.7 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് ഓപ്പോ റെനോ 11 കമ്പനി നൽകിയിരിക്കുന്നത്. MediaTek Dimensity 8200 SoC ചിപ്സെറ്റും കമ്പനി ഈ ഫോണിനായി തയ്യാറാക്കിയിരിക്കുന്നു. ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ പ്രൈമറി ലെൻസ് 50 MP ആണ്. ഇതുകൂടാതെ മറ്റ് രണ്ട് ക്യാമറകളും ഫോണിന്റെ പിൻവശത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 4800 mAh ബാറ്ററിയും ഫോണിന് കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഓപ്പോ റെനോ 11 പ്രോയുടെ ഫീച്ചറുകൾ പരിശോധിക്കുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.74 ഇഞ്ച് ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 SoC ചിപ്സെറ്റും ഈ ഫോണിനായി ഓപ്പോ തയ്യാറാക്കിയിരിക്കുന്നു. സോണി IMX 890 തയ്യാറാക്കിയിരിക്കുന്ന 50 MP ക്യാമറയാണ് ഈ ഫോണിന്റെ പ്രൈമറി സെൻസർ. ഇതിനു പുറമെ മറ്റു രണ്ട് ലെൻസും ഈ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 4700 mAh ബാറ്ററിയാണ് ഓപ്പോ റെനോ 11 പ്രോയ്ക്കായി കമ്പനി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തയാഴ്ച ഓപ്പോ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം നിരവധി ഫോണുകളാണ് ജനുവരിയിൽ പുറത്തിറങ്ങാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സാംസങ്ങിന്റെ S24 സീരീസ്, വൺപ്ലസിന്റെ 12 സീരീസ്, വിവോ X100 സീരീസ് തുടങ്ങി നിരവധി ഫോണുകളാണ് 2024 ജനുവരിയിൽ പുറത്തിറങ്ങാൻ തയ്യാറായിരിക്കുന്നത്. ഇതിൽ ടെക് ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത് സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന മോഡലിന് വേണ്ടിയാണ്. ക്യാമറ ഫീച്ചറുകളിൽ ഏറെ വിപ്ലവം സൃഷ്ടിച്ച S23 അൾട്രയുടെ പിൻഗാമിയായിട്ടാണ് S24 അൾട്ര എത്തുന്നത്.